പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈൽഡ്ഹുഡിലൊക്കെ പാരൻസ് അവൈലബിൾ അല്ലായിരുന്നു എന്ന് വിചാരിക്കും. ഇമോഷണലി അവൈലബിൾ അല്ല, ഫിസിക്കലി അവൈലബിൾ അല്ല, അല്ലെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട് തോന്നിയിട്ടില്ല നമ്മളുടെ ചൈൽഡ്ഹുഡിൽ. നമ്മൾ പേടിച്ച് വളരേണ്ട സാഹചര്യത്തിലൂടെ വരികയായിരുന്നു. അല്ലെങ്കിൽ നമ്മളുടെ എന്ത് പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും മാറ്റർ ചെയ്യുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള പല പല സാഹചര്യത്തിലൂടെ വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വളർന്നു വരുന്ന സമയത്ത് വെറുതെ അവരെങ്ങനെ എപ്പോഴും പാമ്പർ ചെയ്യുക, അല്ലെങ്കിൽ എപ്പോഴും അവരെ അറ്റൻഷൻ കൊടുക്കുക, എപ്പോഴും അവരെ വിളിച്ച് അന്വേഷിക്കുക, എപ്പോഴും മെസ്സേജ് അയക്കുക, നീ ഇല്ലാതെ പറ്റില്ല എന്നുള്ള വർത്തമാനങ്ങൾ പറയുക, ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവർ മറ്റൊരാളുടെ ലൈഫിൽ നിന്നൊക്കെ തോന്നുമ്പോൾ പെട്ടെന്ന് റിലേഷൻഷിപ്പിലേക്ക് ഇന്നാവാനുള്ള ടെൻഡൻസീസ് ഒക്കെ കൂടാറുണ്ട്. അത് എല്ലാ റിലേഷൻഷിപ്സിലും അപ്പുറത്തുള്ള ആളുടെ റിയൽ ഫാക്ടർ അറിയാതെ എല്ലാവർക്കും ഉള്ളൊരു ട്രെയ്റ്റ് ആണ് ഇനീഷ്യൽ ടൈമിൽ അറ്റൻഷൻ കൊടുക്കുക എന്ന് പറയുന്നത്. അതെ. ഇനി റെസ്പോൺസിബിലിറ്റീസ് വരിക, കമ്മിറ്റ്മെൻറ്റ്സ് വരിക, കോൺഫ്ലിക്റ്റ് വരിക, ഡിഫറെൻറ്റ് ഐഡിയോളജീസ് അതിൽ വരിക ഒക്കെ ആകുമ്പോഴത്തേക്കും ശരിക്കുള്ള ട്രെയ്റ്റ്സും പേഴ്സണാലിറ്റിയും എല്ലാം പുറത്ത് വരുമ്പോൾ നമ്മൾ വിചാരിച്ച ആളാവില്ല മറ്റേ ആൾ. നമ്മൾ എന്തിനാ അട്രാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പുറത്തുള്ള ആൾ കുറ്റം പറയുന്നതിന് പകരം നമ്മൾ എന്ത് കുറവ് കൊണ്ടാണ്, അതായത് നമ്മൾ ഫുള്ളി ഇവോൾവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഫുള്ളി നമുക്ക് നമ്മളെ തന്നെ ഓക്കെ ആക്കി കൊണ്ട് നടക്കാൻ അറിയാവുന്ന മറ്റൊരാൾ വന്നിട്ട് വേണം ഞാൻ ഫുൾ സന്തോഷിക്കാൻ, അല്ലെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ആയി എന്നുള്ള ഫീല് വരാൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാതെ ഒരു നല്ല കാര്യമല്ല. അല്ല